നാരായണൻ കുട്ടി ഇപ്പൊ ജനിച്ച കൊച്ചായി പോയി. ഇല്ലെങ്കിൽ ഈ പേരിട്ട് അച്ഛനെ കൊച്ചു ചാടി ചവിട്ടിയല്ല. ആ കുട്ടിയാണ്ട് പേരും കൂടെ കിട്ടില്ലടാ. പക്ഷെ പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ ഒരു നല്ലൊരു പേര് കോർത്തിണക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നാരായണി. നിങ്ങൾ അമ്മൂമ്മയുടെ പേര് വിളിച്ചാണല്ലേ ഇത്? എന്റെ ഇളയ തീരെ കൊച്ചല്ലേ, അപ്പൊ ഞാൻ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, അഗ്നിരാജ്. തീപ്പൊരി ഫയർഫോഴ്സ് ഒന്ന് വെള്ളം കോരി ഒഴിക്കേണ്ടി വരും മിക്കവാറും. മുത്തു പോലത്തെ ഒരു പേര് നോക്കി. മാരിമുത്തു അതല്ല, അപ്പൊ പിന്നെ മുത്തുപ്പാണ്ടി. ഈ നാടൻ പേരൊക്കെ വിട്ടിട്ട് നിങ്ങൾ വെസ്റ്റേൺ സ്റ്റൈൽ പിടിക്കൂ, ലൈക്ക് സിൽവർ സ്റ്റാർ സ്റ്റാലൻ. അത് കൊള്ളാം. വീട്ടിൽ സെൽവാന്ന് വിളിക്കാം. ചെന്നൈ പാസം. ഇരട്ട കുട്ടികളായിരുന്നെങ്കിൽ ഒരു പേരുണ്ടായിരുന്നു. എന്തായാലും വെട്രി മാരൻ. ഒരാൾ ഡോക്ടർ, മറ്റൊരാൾ മജീഷ്യൻ. പേര് കേൾക്കുമ്പോ തന്നെ ആൾക്കാർ ആറാടനല്ലേ? നെയ്യാറ്റിങ്കര ഗോപൻ. ആറാട്ടല്ല, പേര് കേൾക്കുമ്പോ രോമം വരെ എണീറ്റിരിക്കണം. രോമം എഴുന്നേറ്റ് നിൽക്കും. രോമാഞ്ച കഞ്ചുകൻ. അതും കൊള്ളാം. വീട്ടിൽ കഞ്ചൂസേന്ന് വിളിക്കാം. ഫയർഫോഴ്സ് എത്തി. നിങ്ങളാണോ അജ്മൽ? എന്താ പ്രശ്നം? സാറ്, ഞാൻ അവന്റെ അച്ഛനാ. റിസൾട്ട് വന്നില്ലേ? 9 എണ്ണത്തിൽ A+ ഉണ്ട്. പക്ഷെ ഒരെണ്ണത്തിൽ തോറ്റു. അതിന്റെ വിഷമത്തിൽ ഈ പൊട്ടക്കിണറ്റിലോട്ട് എടുത്ത് ചാടിയതാ. ഷടാ, ഇതിപ്പോ കയറും കപ്പിയൊന്നും കാണാനില്ല. ഉള്ളിലിട്ട് വീണോ? എന്താ സാറേ, കജ്മല അപ്പിയുണ്ടോ? ഇല്ല സാറേ, മലബന്ധം. എടോ, എനിക്കോ തെറ്റിപ്പോയി. താൻ എന്റെ കൂടെ കിടന്ന് തുള്ളാതെ കപ്പിയും കയറും ഒക്കെ ഉണ്ടോന്ന്, അതോ അകത്തോട്ട് വീണോ? അത് സാറേ പെട്ടെന്ന് പിടിച്ചു വരച്ച് പറയാതെ ടെൻഷനിൽ താഴോട്ട് വീണതായിരിക്കും. ചേടാ, നിങ്ങളുടെ മോൻ നന്നായി പഠിക്കില്ലേ? സാറേ 9 A+ അല്ലേ? കെമിസ്ട്രിയിൽ അവന് ഫുൾ മാർക്ക്. എന്നിട്ട് ഒന്നിനു വേണ്ടി അവൻ. ശരി പോട്ടെ, സാരില്ല. മോനെ, അവിടെ ഓക്സിജൻ ഉണ്ടോ? സാറേ നോക്കിട്ട് പറയാ. ആ അയ്യോ സാറേ, ഓ, ഈ ഓക്സിജൻ കാണാൻ എങ്ങനെ ഇരിക്കും? കളർ എന്താ? എന്തോന്നാടോ ഇത്? സോറി സാറേ, മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. എടാ മണ്ട, നിനക്ക് കളർ ബ്ലൈൻഡ്നെസ് അല്ലേ? ഷേപ്പ് ചോദിക്ക്. മൊത്തം എങ്ങനെ ശരിയാവും? മോൻ പേടിക്കണ്ട, ഞാൻ രക്ഷിക്കാട്ടാ. സാറേ ഒന്ന് രക്ഷിക്കും സാറേ. ഒരുപാട് നാള് കുട്ടികളില്ലാതെ ഉരുളി കമത്തി ഉണ്ടായതാ. ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇങ്ങോട്ട് ചേർത്തി എടുക്കുക, എന്നിട്ട് അതിൽ കയറ് കെട്ടി താഴത്തോട്ട് ഇറങ്ങാം. അയ്യോ സാറേ, സൈഡ് തീരെ ബലൂല്ല. കിണർ ഇടിയും. ഇടിഞ്ഞ നാടിനെ ബാധിക്കും. ഇടിഞ്ഞ നാടിനെ ബാധിക്കാൻ ഇത് പൊട്ടക്കിണറല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. അല്ല, ഇതെന്നാ ഈ നാട്ടുകാരൊക്കെ വെള്ളം എടുക്കുന്നേ. ചേടാ, അല്ല നിങ്ങളുടെ മോന്റെ ഒരു റെസ്പോൺസും ഇല്ല. അയ്യോ, എന്തെങ്കിലും പറ്റിക്കാണോ? പേടിക്കല്ലേ, നോക്കട്ടെ. ഇല്ല, ജീവനോടെ ഉണ്ട്. റെസ്പോണ്ട് ചെയ്തു. സമാധാനമായി. അല്ല സാറേ, വെള്ളത്തിന്റെ നിറമൊക്കെ മാറി വരുന്നു. ചുവന്നു വരുന്നല്ലോ. എവിടെ? അത് ശരിയാണല്ലേ. താനൊരു കാര്യം ചെയ്യും, 50 രൂപ പിടിച്ചേ. എന്തിനാ സാറേ ഇത്? പുതിയൊരു ഉരുളി വാങ്ങിച്ച് കമത്തിക്കോ. നിന്റെ നാട്ടിൽ ഓടിയിട നാട്ടാ കാശ് കടം വാങ്ങിച്ചിരിക്കുക. അത്താപ്പാടി ജമാലിന്റെ 2 കൊടുത്തു. ജമാലിന്റെ എന്തോ 2 കൊടുത്തു? എടാ, 2 ലക്ഷം രൂപ മേടിച്ചെന്നവൻ. ആ മേളത്തെ സുമതിയും കൊടുത്തു. സുമതിയാ? അവള് നമുക്കൊന്നും തന്നിട്ടില്ല. കടം ചോദിക്കണം, വേണ്ടാത്ത ചോദിക്കാതെ. ഇൻസ്റ്റഗ്രാമിൽ 630K+ ഫോളോവേഴ്സിൽ നിന്നും ഇപ്പോൾ 600K ആയി. ഇപ്പോൾ എന്തു തോന്നുന്നു? ഫോളോവേഴ്സ് കുറഞ്ഞ കണക്ക് തോന്നുന്നു. നിങ്ങൾക്കും അതല്ലേ തോന്നുക? എത്ര നാൾ ഒരു പെണ്ണിന്റെ പിറകെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ വരവോടുകൂടി നാളെ മണപ്പത്തുന്നുണ്ട്. ഹായ് കൊടുത്താ പോലെ. അങ്ങനെ ഹായ് പറഞ്ഞ് സെറ്റ് ആവാനാണെങ്കിൽ എനിക്ക് കരീന കപൂർ മുതൽ ഉത്തമ റോയ് വരെ സെറ്റ് ആവണം. പുലിന്റെ സൗണ്ട് കങ്കാരി വെള്ളത്തിൽ വീണ കങ്കാരി. മയിലിന്റെ സൗണ്ട്, മാന്റെ സൗണ്ട്. മാന്റെ സൗണ്ട് അല്ല, മയിലിന്റെ സൗണ്ട്. മാന്റെ നമ്മുടെ ആനന്റെ സൗണ്ട്. നീല ആന്റെ ആക്ഷൻ സൗണ്ട്. എന്താ ആക്ഷൻ പറ്റിച്ചു നമ്മളെ. അയ്യോ, ഇങ്ങോട്ട് വിളിക്കല്ലേ, അമ്മ അപ്പുറത്തുണ്ട്. ഇതന്നെ ഞാൻ ഒളിച്ചും പാത്താ വിളിക്കുന്നേ. നമുക്ക് നാളെ ട്യൂഷൻ കഴിഞ്ഞിട്ട് കാണാമല്ലോ. ഉമ്മയൊന്നും തരാൻ പറ്റില്ല. എന്റെ കൊച്ച വെളച്ചു പോയി. അയ്യോ, പേടിക്കാനൊന്നും സമയം കിട്ടിയില്ല. അല്ല, എന്തുവാ ഭാവി പരിപാടി? ഈ ഒരു ഫോമി ഞാൻ തുടരുവാണെങ്കിൽ തോഴത്തിലായിരിക്കും.
നീ ഒന്നും മനസ്സിലാക്കുക. നമ്മൾ ഇന്നതാണെന്ന് നാട്ടുകാർ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമല്ലേടാ, പമ്പര വിദ്യകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തുറന്നു വളർത്തിയിട്ട് കഴിഞ്ഞാൽ വഴിയെ പോണവരും പോകുന്നവരും എല്ലാം അതിനകത്ത് കയറി കാഷ്ടിക്കും. ഇപ്പൊ നിന്നെ കാഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അത് ഞങ്ങളുടെ പുറത്തും പറ്റുന്നുണ്ട്. എന്താച്ചാ കേട്ടില്ല? ഇടാച്ചാ ഇടാ, അതിടാങ്കി ഇതും ഇടാം. എന്താടാ വണ്ടി എടുത്തത്? വിട്ട് ഇനി പറ, നീ എന്തിനു വണ്ടി എടുത്തത്? ബ്രോ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഇതുപോലത്തെ, അതാണെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിപ്പോ എവിടെയാടാ? ഞാൻ വിറ്റ്. നീ വിറ്റാ? ഞാൻ ഫണ്ണ്, എവൻ കോമഡി. കൊല്ലത്ത് കിളികൊല്ലൂരിൽ പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തലയടിച്ചു പൊട്ടിച്ചു. അങ്ങനെ പപ്പടത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം പൊറോട്ട കിട്ടിയില്ല, തലയടിച്ചു പൊട്ടിച്ചു. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു നമ്മൾ ചെന്ന ദിവസം ഞായറാഴ്ച 8 6 അയ്യോ 6 അടിച്ചിട്ടൊന്നും ആയില്ലളിയാ. അങ്ങനെ ആയതായി. അയ്യ അങ്ങനെ 4 ദിവസം 32 കുട്ടി. ലിവർ കിഡ്നിയൊക്കെ ഉണ്ടോ നോക്കിയത്. പിന്നെ ഇവൻ വെള്ളം അടിച്ചൊരു കാറ്റാട് സ്കൂട്ടർ എടുത്തോണ്ട് ഹൈവേ പെറ്റി 15,000. 5,000 ആയിരുന്നു. ഗോവ എസ് ഐ നിന്റെ വല്യച്ഛനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴപ്പ് കാണിച്ചപ്പോ പോയ ഒരു 10,000. മദ്യം വിഷമാണ്. പബ്ബിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ കവള തുമ്മ കൊടുത്ത് അത് ഒതുക്കാൻ കൊടുത്തു 30,000 രൂപ. അതെന്റെ പഴയ കാമുകി ജാനകിയുടെ അതേ മുഖച്ചായായിരുന്നു. പാലക്കാടുള്ള ജാനകി എങ്ങനെടാ ഫിലിപ്പീനിയായിരുന്നു? നീ ഐസ്ക്രീം ഫ്രിഡ്ജ് വെക്കാൻ പോവാണ്, എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എടി എന്തെടുക്കുവാടി ഈ കണ്ണാടിന് മുമ്പിൽ നിന്നാണ് മുടി ചെയ്യുന്ന? അങ്ങനെ ഇങ്ങോട്ട് മാറിയിരിക്കും, നിന്റെ ഉണ്ടക്കാണ് നോക്കിയാ മുടി ചെയ്യുക. നിനക്ക് ബോളുണ്ടാടി? വണ്ടി കയറിയാണോ ഡോർ അടയ്ക്കുന്നത്? ഞാൻ ആദ്യം പുറത്തോട്ട് വന്നേ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറി ഡോർ അടക്കണം. നിനക്ക് എന്തിനാ വട്ടാ? എന്തെടുക്കാൻ പോണ്? അഴയ തുണി വിരിക്കാൻ പോണ? എന്തു അടിച്ചു എന്ന്? എന്താണ് അയച്ചു നിനക്ക്? അഴയില്ലാതെ പിന്നെ നിന്റെ തലയിൽ വിരിക്കാൻ പറ്റുമോ? ഇതെന്താണ് ഇത്? ആരാ കേക്ക് വാങ്ങിയത്? നീയാണോ വാങ്ങിയത്? നീ കൊണ്ടാണ് കേക്ക് വാങ്ങാൻ പോയത്? സർപ്രൈസ് കൊടുക്കാൻ പോയി. ഇവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവനെയും കൊണ്ട് കേക്ക് വാങ്ങാൻ പോയി. എന്തൊരു ബുദ്ധിയില്ലാത്ത പൊട്ടാണേ. കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയി ഒരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരൊക്കെ നോക്കിയൊക്കെ തോന്നണം. അച്ഛാ ഈ തണ്ടിനെ ആര് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വളർത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച് തൈ മാറിപ്പോയി. 5ാം തീയതി 6ാം തീയതി 7ാം തീയതി 8ാം തീയതി മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, സൂര്യാഗാന്ധി. സൂര്യകാന്തിയോ? മറ്റവളെ കാണാൻ പോയി. എന്ത് മറ്റവളോ? ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. അവളെ വിളിക്കാൻ പറ്റത്തില്ല. പെറ്റ തള്ള എന്തോ വിളിക്കുന്നതെന്ന് അറിയൂ? എന്താ കേട്ടാ എല്ലാം അറിയണോ? ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാം നോക്കാൻ അറിയണോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.